വിശ്വാസികളായ ജനസമൂഹമേ, ഇവർക്കും ഈ വർഷത്തെ ചിന്താ വിഷയം അവർ വളരണം, ഞാൻ കുറയണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് നാം ക്രമീകരിച്ചിരിക്കുന്നത്. കാലം തോറും നടന്നു വരുന്നതായ ആനുവൽ കോൺഫറൻസസ് ഉണ്ട്. എല്ലാ ഭദ്രാസനങ്ങളിൽ ആനുവൽ കോൺഫറൻസസ് നടക്കാറുണ്ട്. ഈ ഒരു വാർഷിക സമ്മേളനത്തിനുപരിയായിട്ട് ഇത് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ഇത് പ്രാധാന്യം നൽകിയിട്ടുണ്ട്, ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഒരു രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ശ്രേഷ്ഠമായിട്ട് ഇവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കഥ ഇപ്രകാരം ഓർമ്മ വരുന്നു. ഒരു അമ്മച്ചി പള്ളി പെരുന്നാളിന് പോവുകയായിരുന്നു. അമ്മച്ചി പള്ളി പെരുന്നാളിന് പോയപ്പോൾ പുതിയതായ ചട്ടയും മുണ്ടുമൊക്കെ ഉടുത്തുകൊണ്ട്, തേച്ചും പശയും മുക്കിക്കൊണ്ട്, ആ ചട്ടയും മുണ്ട് ഉടുത്തുകൊണ്ട് ആ ദേവാലയത്തിലേക്ക്, പള്ളി പെരുന്നാളിലേക്ക് പോകുമ്പോൾ, പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നതായ ആ ഒരു സന്ദർഭത്തിൽ ആ അമ്മയ്ക്ക് ഓർമ്മ വരുന്നു തന്റെ 3 കൊച്ചുമക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സമ്മാനം മേടിക്കണമെന്ന്. എന്തെങ്കിലും ഒരു സമ്മാനം മേടിക്കണമെന്ന് ആ അമ്മയ്ക്ക് ഓർമ്മ വന്നപ്പോൾ ആ അമ്മച്ചി ചെയ്യുന്നതായ ഒരു പ്രക്രിയ ഇന്നും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ആ അമ്മ ചെയ്യുന്നത്, നാട്ടിലൊക്കെ ഈ ഐസ് ക്യൂബ്സ് കിട്ടാറുണ്ട്. ഈ ഐസ് എന്ന് പറഞ്ഞ് മണിയടിച്ചുകൊണ്ട് സൈക്കിളിൽ നടക്കാറുണ്ട്. സ്ഥിരം നാം കാണാറുണ്ട്. പള്ളി പെരുന്നാളിന് പള്ളിക്ക് വെളിയിലായിട്ട് ഈ ഐസ് വിൽപ്പനക്കാർ അധികമായിട്ട് കാണും. അപ്പോൾ തന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി, തന്റെ 3 കൊച്ചുമക്കൾക്ക് വേണ്ടി കരുതി 3 ഐസ് ക്യൂബ്സ് മേടിച്ചുകൊണ്ട് ആ അമ്മയുടെ ചട്ടയിൽ പൊതിഞ്ഞുകൊണ്ട് തിരികെ ഭവനത്തിലേക്ക് പോകുകയാണ്. തിരികെ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ 3 കൊച്ചുമക്കളെ പേര് വിളിച്ചുകൊണ്ട് തന്നെ മാടി വിളിക്കുകയാണ് അമ്മ. അമ്മ വിളിച്ചു കഴിയുമ്പോൾ, മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ സമ്മാനം കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ചട്ടയിൽ നിന്ന് ആ 3 ഐസ് ക്യൂബ്സുകൾ എടുക്കുന്നുണ്ട്. ആ ചട്ടയിൽ നിന്ന് 3 ഐസ് ക്യൂബ്സുകൾ എടുത്തുകൊണ്ട് അവർക്ക് നൽകുന്നു. പക്ഷേ അവിടെ ഐസ് ഇല്ല. പക്ഷേ ആ ചട്ടയിൽ ഐസ് ഇല്ല, ക്യൂബ് മാത്രമായിരുന്നു.